ഹായ് എല്ലാവർക്കും കാറ്റത്ത് കിളിക്കൂടുന്ന ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നിധി രാവിലെ എണീറ്റ് വരുന്നുണ്ട്. എണീറ്റ് വരുമ്പോഴത്തേക്ക് നിധി കാണുന്നത് സുധീഷും നികേഷും ഹരീഷും കൂടെ 3 പേരും കൂടെ ഹാളിൽ കിടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ സുഭാഷ് ഓടി വന്നിട്ട് ഇവരെയൊക്കെ വിളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ആരും എണ്ണിക്കുന്നില്ല. അങ്ങനെ നിധി നേരെ ഫ്രഷ് ആവാനായിട്ട് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് നിധി വെളിയിൽ നിൽക്കുക നേരത്ത് നമ്മുടെ സുഭാഷ് വന്നിട്ട് നിധിക്ക് ചായ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നിധിയോട് സംസാരിക്കുന്നുണ്ട്. സത്യത്തിൽ ഇയാൾ ഞങ്ങളുടെ കുടുംബത്തിന് അഭിമാനമാണ് കേട്ടോ കാത്തത്. വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ആളുകളോട് എന്ത് പറഞ്ഞേനെ എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല. വന്നവർക്കാർക്കും ഒരു സംശയം ഉണ്ടായില്ല. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ് പോയത്. ഞാൻ വന്ന് സംസാരിച്ചുകൊണ്ടാണ് നിധി നിന്നതെന്ന് എനിക്കറിയാം. അതിനൊരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ നമ്മുടെ സുഭാഷ് പറയുന്നുണ്ട്. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ നിന്നുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്രയും ബുദ്ധിമുട്ടുണ്ടായതെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ? നിങ്ങളെ ഇഷ്ടപ്പെട്ട് വിവാഹം ചെയ്തവരാണെന്ന് കരുതിയാ ഞങ്ങൾ ഇതെല്ലാം ചെയ്തത്. താഴെയുള്ള 2 പേര് ഇതൊന്നും അറിഞ്ഞിട്ടില്ല. കുട്ടി എന്ത് തീരുമാനമെടുത്താലും ഞാൻ അതിൻ്റെ കൂടെ ഉണ്ടാവും എന്ന് സുഭാഷ് പറയുന്നുണ്ട്. കുട്ടി വീട്ടിൽ നിന്നിരുന്നെങ്കിൽ, അല്ല അങ്ങനെ ഞാൻ ആഗ്രഹിച്ചു പോയെന്ന് മാത്രം. അപ്പോൾ ഇത് കേട്ടിട്ട് നിധി പറയുന്നുണ്ട്, ഇല്ല ചേട്ടാ, എനിക്കിവിടെ നിന്ന് പോയേ പറ്റൂ. എത്രയും പെട്ടെന്ന് പോകാൻ പറ്റിയാൽ അത്രയും പെട്ടെന്ന്. എന്നെ ഇനിയും വിഷമിപ്പിക്കരുത് എന്ന് നമ്മുടെ നിധി പറയുന്നുണ്ട്. ഇത് കേട്ട് സുഭാഷ്, കുട്ടി എന്ത് തീരുമാനം എടുത്താലും അതിൻ്റെ കൂടെ ഞാനുണ്ടാവും. ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ. അതോർത്ത് പേടിക്ക് വിഷമിക്കൊന്നും വേണ്ട. അത് സത്യമാവില്ല എന്നറിയാം. മോളുടെ തീരുമാനം തന്നെ നടക്കട്ടെ. എന്താണെങ്കിലും ഒപ്പമുണ്ട് എന്ന് പറഞ്ഞ് സുഭാഷ് പോകുന്നു. പിന്നെ അടുത്ത സീനിൽ നമ്മുടെ സുഭാഷിൻ്റെ അച്ഛൻ എണ്ണിക്കുന്നുണ്ട്. ഭാസ്കരൻ നായരുടെ ഓരോ രീതികളൊക്കെ കണ്ടിട്ട് നിധിക്ക് അങ്ങനെ അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. അപ്പോൾ നിധിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ വീട്ടിൽ നിന്ന് പോയാൽ മതി എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. സുധീഷ് വന്ന് റൂമിലൊക്കെ നിധിയെ തിരക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധിയെ കാണുന്നില്ല. സുധീഷിൻ്റെ മനസ്സിൽ ഇനിയിതിപ്പോൾ രാവിലെ വല്ലതും പറയാതെ വല്ലതും പോയോ എന്നൊക്കെ നോക്കുമ്പം ബാഗ് അവിടെ ഇരിക്കുന്ന കാണുമ്പം എന്തായാലും പറയാതെ പോയിട്ടില്ല, എന്തായാലും എവിടെയെങ്കിലും കാണുമെന്ന് പറഞ്ഞിട്ട് സുധീഷ് അന്വേഷിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ നിധി സ്റ്റെപ്പിൽ അവിടെ താഴെ ഇരിക്കുക. നിധി പറയുന്നുണ്ട്, ഞാൻ ഇന്നലെ പറഞ്ഞൊന്നും ഓർമ്മയില്ല ഇയാൾക്ക്. അപ്പോൾ സുധീഷ് പറയാണ്, അത് 1-2 ദിവസം റെസ്റ്റ് എടുത്തിട്ട് പോയാൽ പോരെ. എനിക്ക് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഹോസ്റ്റലിൽ അഡ്മിഷൻ വേണം. അതിനുശേഷം ഞാൻ എൻ്റെ കാര്യം നോക്കി. അങ്ങനെ നിധി റൂമിൽ പോയിട്ട് ബാഗ് എടുത്ത് റെഡിയാവുന്നു. ആ സമയത്ത് നിധിയുടെ ഫോൺ കാണുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ സുധീഷ് നിധിയും കൂടെ ഫോണൊക്കെ നോക്കിയിട്ട് ഫോണൊന്നും കാണുന്നില്ല. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ചിലപ്പോൾ അന്നത്തെ ആ ഓട്ടത്തിൽ വല്ലതും പോയതായിരിക്കും. ഇത് കേട്ടിട്ട് നമ്മുടെ നിധിക്ക് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, കുഴപ്പമില്ല, സൈബർ സെല്ലിൽ നമുക്ക് കൊടുത്തിട്ട് അന്വേഷിക്കാൻ പറയാം. അത് സീനില്ല, നമുക്ക് പോയിട്ട് ഒരു ഹോസ്റ്റൽ ശരിയാക്കാം. അതിനുള്ളിൽ നമുക്ക് മൊബൈൽ സംഘടിപ്പിക്കാം, റെഡിയാക്കാം. ഇത് കേട്ട് നിധിക്ക് കുറച്ച് ആശ്വാസമാകുന്നു. അങ്ങനെ നിധി റെഡിയാവാനായിട്ട് പോകുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മുടെ നികേഷും സുഭാഷും കൂടെ നടന്നു വരുവാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ നികേഷ് പറയുന്നുണ്ട്, ഏട്ടത്തി വന്നപ്പോൾ വീടാകെ മാറി. കൂറ മുണ്ട് ഷർട്ടും എടുത്തു പോകുന്ന സുഭാഷ് ഏട്ടൻ ഇപ്പോൾ വെള്ള മുണ്ട് ഷർട്ടും ഒക്കെ ഇട്ട് പുറത്തിറങ്ങാൻ തുടങ്ങി. ഏട്ടത്തി വന്നതിൻ്റെ പിറ്റേ ദിവസം തിരിച്ചു പോയപ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ റിസപ്ഷൻ കൂടിയപ്പോൾ ഞാൻ ശരിക്കും ഇനി വല്യച്ഛനും അമ്മായും എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ വന്നാൽ ഞാൻ ആ സ്പോട്ടിന് മറുപടി കൊടുക്കും. അന്നേരം സുഭാഷേട്ടൻ വെറുതെ വിലക്കാൻ വന്നേക്കരുത്. ഇനി കുറച്ച് നാളത്തേക്ക് ആളുകൾ നമ്മുടെ വീട്ടിലെ കല്യാണത്തിനെ പറ്റിയായിരിക്കും പറയുന്നത്. അത് കേട്ട് നമ്മുടെ വല്യച്ഛനും അമ്മായും അസൂയുണ്ട് പുകഞ്ഞില്ലാതെ. ഇനി എന്തായാലും സുഭാഷേട്ടൻ്റെ കല്യാണം നടക്കും, പിന്നെ ഹരീഷേട്ടൻ്റെയും. അത് കഴിഞ്ഞ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സുഭാഷ് പറയും, എന്താടാ ഒരു നാണം, എന്തെങ്കിലും കുരുത്തക്കേട് ഇപ്പോഴേ തുടങ്ങിയോ? ഏയ് അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ, ഏട്ടനും ഏട്ടത്തിയും രാവിലെ എങ്ങോട്ടാ പോയത് എന്ന് നമ്മുടെ നികേഷ് ചോദിക്കുന്നുണ്ട്. അറിയില്ല, പുറത്തേക്ക് എവിടെയെങ്കിലും പോയതായിരിക്കും. അവരെ ഒരു ഹണിമൂണിന് പറഞ്ഞേക്കണേ ഏട്ടാ. മിഥുനം സിനിമയിലെ പോലെ എല്ലാവരെയും കൂടെ കൂട്ടിയല്ല, അവർ 2 പേരും മാത്രം. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, അത്ര വലിയ കാര്യങ്ങളൊന്നും നീ ആലോചിക്കണ്ട. അതിനുശേഷം നമ്മുടെ സുഭാഷ് പണസൈറ്റിൽ വന്നിരിക്കുന്നുണ്ട്. സുഭാഷ് വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര വിഷമത്തിലാണ്. അവിടെ നിന്ന് ബംഗാളിയോട് കുറച്ച് ദേഷ്യമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അടുത്തത് കാണിക്കുന്നത് നിധിയുടെ വീടാണ്. അവിടെ നിധിയുടെ അച്ഛനും അമ്മയും ചേട്ടനും സാന്ദ്രയൊക്കെ ഒരുമിച്ച്. നിധിയുടെ അമ്മ ആളുകൾ ചോദിക്കുന്ന കാര്യത്തിനെയൊക്കെ പറ്റിയിട്ടാണ്. അവർ മനഃപൂർവ്വം കുത്തി ചോദിക്കുന്നതാണെന്നൊക്കെ നിധിയുടെ അമ്മ പറയുന്നുണ്ട്. നിധിയുടെ ബ്രദർ വരാൻ പറയുന്നുണ്ട് അച്ഛൻ്റെ അടുത്ത്, ജോലിക്കൊക്കെ വന്ന് മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷേ അച്ഛൻ പറയുന്നുണ്ട്, നിനക്ക് പറ്റുമെങ്കിൽ നീ പോ, അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ വേണ്ടാന്ന് വെക്കുന്നത്. ഇതേ സമയത്ത് നമ്മുടെ സാന്ദ്ര പറയുന്നുണ്ട്, നിധി മനഃപൂർവ്വം ചെയ്തതല്ല, നിധി നിങ്ങളോട് എത്ര തവണ പറഞ്ഞതാണ് ആ ചെറുക്കനെ വേണ്ട, കല്യാണം കഴിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ. പക്ഷെ നിങ്ങൾ മനഃപൂർവ്വം അവളുടെ വാക്ക് കേൾക്കാതെ ആ ചെറുക്കനെ പിടിച്ച് കെട്ടിച്ചുകൊണ്ടാണ് അവൾക്ക് ഇപ്പം ഇങ്ങനെ പോകേണ്ടി വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ നിധിയുടെ സഹോദരൻ സമ്മതിച്ചു കൊടുക്കുന്നില്ല. അങ്ങനെ നിധിയുടെ ബ്രദർ അവസാനം അവർ റിസപ്ഷൻ്റെ വീഡിയോ എടുത്ത് കാണിക്കുന്നുണ്ട്. അതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.